ഡീൽ ലീഗും ബി.ജെ.പിയുമായെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. മറ്റത്തൂർ ഇതിന് ഒരു ഉദാഹരണം. ഗുരുവായൂരിൽ BJP വോട്ട് കോൺഗ്രസിന് കിട്ടിയോ ഇല്ലയോ എന്നത് അവർ പറയട്ടെ. UDFന് 6000 വോട്ടുകൾ വർദ്ധിച്ചു. ഗോപാലകൃഷ്ണന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടത് LDF മാത്രമെന്നും KV അബ്ദുൾ ഖാദർ തൃശൂരിൽ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയത് ശ്രീമതി നിവേദിത സുബ്രഹ്മണ്യനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അവരുടെ പത്രിക സാങ്കേതിക കാരണം പറഞ്ഞ് റിട്ടേണിംഗ് ഓഫീസർ തള്ളി. അപ്പോൾ അവർക്ക് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നു. സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നപ്പോൾ ഒരു ദിലീപ് നായർ എന്ന് പറഞ്ഞ കക്ഷിയെ സ്വതന്ത്രനായി കൊടുത്തയാളെ അവർ NDA സ്ഥാനാർത്ഥിയായി പിന്നീട് നിശ്ചയിക്കുകയായിരുന്നു. അങ്ങനെ മത്സരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ വോട്ടിംഗ് നില നിങ്ങൾ നോക്കണം. അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ UDFന് 6000 വോട്ട് കൂടുതൽ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ആ 6000 വോട്ട് എവിടുന്നാണ് വന്നത്? ഞങ്ങൾക്ക് ആരോപിച്ചുകൂടെ BJP പ്ലസ് ചെയ്ത വോട്ടാണെന്ന്? അപ്പോൾ യാതൊരു